സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി മിമിക്രി മത്സരത്തിൽ ഇറങ്ങി നിരവധി പേരുടെ അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ നയനെ പരിചയപ്പെടാം. ഹായ് നയന. ഹലോ. നയന എവിടെന്നാ വരുന്നത്? തൃശ്ശൂരിൽ നിന്ന്. അനന്തപുരം. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, ചേച്ചി, ഞാൻ. അപ്പം നയന ഇന്ന് ഫുൾ കാണിച്ചത് ഒരു സൂ പ്രതീതിയാണ് എല്ലാവർക്കും സദസ്സിനെ കൊടുത്തത്. ഓരോ മൃഗങ്ങളെ അനുകരിക്കുമ്പോൾ കുറേ അധികം കയ്യടി ഏറ്റുവാങ്ങി. ആദ്യമായിട്ട് കയറുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് നിർത്തണത് ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പേടി ഇടയ്ക്ക് വെച്ച് മറന്നെങ്കിലും പിന്നെ വീണ്ടും നല്ല രീതിക്ക് കണ്ടിന്യൂ ചെയ്തു പോയി. അത് പുതിയ തരം ബൈക്കിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നയന അതൊന്ന് വീണ്ടും കൊണ്ടുവന്നത്. ആ ബൈക്കിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല വെറൈറ്റീസ്. എനിക്ക് തോന്നുന്നു നയനയ്ക്ക് ഏറ്റവും ഇഷ്ടം മൃഗങ്ങളെയാണ്. ഡോക്ടർ. അതുകൊണ്ട് തന്നെ കൂടുതൽ സദസ്സിലെ എല്ലാ മൃഗങ്ങളുമാണ്. അപ്പം നമുക്ക് കുറച്ച് വേദിയിൽ കാണിച്ച കുറച്ച് ഐറ്റംസും കൂടി ഇവിടെ ഇറക്കാം. കുയില്, ഒരു 2 കണ്ടമ്പൂച്ച തല്ലുകൊടുന്നത്, പിന്നെ ഒരു കോഴി. അതുപോലെ തന്നെ സദസ് ഏറ്റവും കൂടുതൽ കൈയ്യടി തന്നത് കുതിര അല്ലേ? 2 തരത്തിൽ കുതിര അവതരിപ്പിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ? അതും കൂടെ ഒന്ന് കാണിക്കാമോ? ടാറിട്ട റോഡിൽ കൂടെ പോകുന്ന കുതിര, മണലിൽ കൂടെ പോകുന്ന കുതിര, നയനെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചു തന്നെ? എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യായിരുന്നു, അത് കേട്ടിട്ടാണ് പഠിച്ചത്. തന്നെ പഠിച്ചതാ. അതിനുശേഷം ഒക്കെ എത്തിയതും തനിച്ചാണ് പഠിച്ചെടുത്തത്. പിന്നെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മാഷിന് ഉണ്ടായിരുന്നു, ധനൂപ് മാഷ്, കുന്നംകുളത്തുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ജില്ലാ മത്സരത്തിന് പോയപ്പോൾ ഒരു മാഷിനെ കണ്ട്. അപ്പോൾ ആ മാഷാണ് എനിക്കിപ്പോൾ ഈ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കി തന്നത്, ഷഫീഖ് സാറിൻ്റെ പേര്. എന്തായാലും അടിപൊളി പെർഫോമൻസ് കാണിച്ചു വെച്ച് അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യടി നേടിയല്ലേ? എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇതുവഴിയൊക്കെ പോയപ്പോൾ കൺഗ്രാറ്റ്സും വിഷസും ഒക്കെ പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ ഇത്രയും അധികം അഭിനന്ദനങ്ങൾ കിട്ടിയില്ലേ? സന്തോഷമായി. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം അനന്യ അനിൽ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.